അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അല്പസമയത്തിനകം അവസാനിപ്പിക്കും. പുലർച്ചെ 4:30 മുതൽ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും അരിക്കൊമ്പനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദൗത്യമല്ലെന്നും വെല്ലുവിളികൾ നേരിടും എന്നും ഡോക്ടർ അരുൺ സക്കറിയ പ്രതികരിച്ചു. വളരെ കാര്യമല്ല. നേരത്തെ ഇത്തരം മിഷനുകൾ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു പ്രതിസന്ധി ഇപ്പൊ വരുന്നുണ്ടോ? ട്രാക്കിംഗ് ടീം ഇന്ന് മറ്റ് 17 ആനകളെ ലൊക്കേറ്റ് ചെയ്തു. അരിക്കൊമ്പൻ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്ന ശ്രമം തുടരുമെന്നും ആയിരുന്നു വനം മന്ത്രി നേരത്തെ അറിയിച്ചത്. ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആണ് ഈ അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും ആനയെ മാറ്റി തനിച്ച് കിട്ടുമ്പോഴാണ് പിടിവെക്കാനാവുക. ഇപ്പോൾ അത് ആ ദൗത്യം അനിശ്ചിതമായി തുടരുകയാണ്. അപ്പോൾ അവരിപ്പോഴും ആ രംഗത്ത് നിന്ന് പിൻവാങ്ങാതെ ആ യുദ്ധഭൂമിയിൽ തന്നെയാണുള്ളത്. ദൗത്യം നാളെയും തുടരും. വിവരങ്ങളുമായി ജി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, രാവിലെ 4:30 ആരംഭിച്ച ദൗത്യം ഏതാണ്ട് 12 മണിക്കൂർ ആകുന്നു ദൗത്യം ആരംഭിച്ചിട്ട്. ഇപ്പോഴും അരിക്കൊമ്പൻ കാണാമറിയത്താണ്. ഇനിയിപ്പോൾ ഇന്ന് കണ്ടെത്തിയാൽ തന്നെ മറ്റ് നടപടികളിലേക്ക്, മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കില്ലല്ലോ. സാധിക്കില്ല എന്ന് തന്നെ ഏതാണ്ട് തീർത്തു പറയാം അഭിലാഷ്. കാരണം ഏതാണ്ട് സമയം അത്രയും വൈകിയൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ പ്രധാനമായും അരിക്കൊമ്പൻ എവിടെ എന്നുള്ള അന്വേഷണത്തിലാണ് ഈ സംഘം മുഴുവനുള്ളത്. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. നേരത്തെ ഉച്ചയോടുകൂടി ഇവിടെ 2 മണിയോടുകൂടി മടങ്ങിയെത്തിയ RRT സംഘം, തിരച്ചിൽ സംഘം, അവർ അല്പസമയം മുമ്പ് വീണ്ടും തിരച്ചിലിനായി പോയിട്ടുണ്ട്. 301 കോളനി ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ തെരച്ചിലിന്റെ മറ്റും ഭാഗമാണ്. എന്തായാലും വിവിധ സംഘങ്ങൾ ഇപ്പോഴും തെരച്ചിൽ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അതായത് ഇന്നിനി മയക്കുവെടി വെക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെ കരുതാം. എന്തായാലും ഈ ദൗത്യം, അതായത് മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ഇന്നിനി ഉണ്ടാകില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. അരിക്കൊമ്പനെ പിടികൂടാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഈ ദൗത്യ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, അരുൺ സക്കറിയുമായി സംസാരിക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രമിച്ചുവെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്താണ് ശ്രീജിത്ത് അരുൺ സക്കറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം? അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം മടങ്ങുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന സംഘാംഗങ്ങളിൽ ചിലരെ ഇവിടെ ഇറക്കിയ ശേഷം മടങ്ങുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നിനി ദൗത്യം ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ദൗത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി നേരത്തെ പോയിരുന്ന വാഹനങ്ങളും ചിലതെങ്കിലും മടങ്ങി വരുന്നുണ്ട്. CCF ഉൾപ്പെടെയുള്ളവർ ആണ് ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത്. ഇവിടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ CCF ആണ്. അദ്ദേഹം സ്വാഭാവികമായി എത്തിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ സംഘം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് സാധിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. സാധിച്ചില്ല എന്നത് മാത്രമല്ല, ഈ അരിക്കൊമ്പൻ എവിടെയെന്ന് കണ്ടെത്താൻ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അവിടെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു നിരാശ സ്വാഭാവികമായും ദൗത്യ സംഘങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർ ഈ ആദ്യമായല്ല ഇങ്ങനെ ഉള്ള ദൗത്യങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മയക്കുവെടി വെച്ച ശേഷം ദൗത്യം പരാജയപ്പെട്ട സംഭവം പോലും അരിക്കൊമ്പന്റെ കാര്യത്തിൽ പോലും 2017 ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നിനി തിരച്ചിൽ സംഘം, ഈ ട്രാക്കിംഗ് സംഘം അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഉച്ചയ്ക്ക് നേരത്തെ ഇവിടെ എത്തിയ സംഘം തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്.
എന്തായാലും ഇനി CCFന്റെ പ്രതികരണം വൈകാതെ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്നത്തെ ഈ ദൌത്യം വെടിവെക്കാനുള്ള ദൌത്യം ഏതാണ്ട് തീർച്ചയായും അരുൺ സക്കറിയ മടങ്ങിയതോടുകൂടി ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ദൌത്യമായി മുന്നോട്ട് പോവുക എന്നത് സ്വാഭാവികമായും സാധ്യമല്ല. പ്രത്യേകിച്ച് സമയം 4 മണി പിന്നിട്ടിരിക്കുന്നു. ഇനി മയക്കുവെടി വെച്ചാൽ തന്നെ വൈകിട്ട് ഇരുട്ടിയ ശേഷമൊക്കെ ഈ കൊമ്പനെ മാറ്റുക എന്നത് അതീവ സങ്കീർണമാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യമാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം അരുൺ സക്കറിയെ പോലെയുള്ളവർ കാണുമ്പോൾ അവരെല്ലാം നല്ല ക്ഷീണിതരാണ്. കാരണം പുലർച്ചെ തുടങ്ങിയ ദൗത്യമാണ്. ഇപ്പോൾ തന്നെ അവർ പ്രതികരിക്കാൻ കൂടുതൽ തയ്യാറായില്ല. നേരത്തെ 1-2 വാക്കുകളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒതുങ്ങിയത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു ദൗത്യമല്ല, അത് തുടരുക തന്നെ ചെയ്യും എന്ന്. ഇന്ന് ഏത് പ്രകാരമായിരുന്നു ഈ ആനയെ വരുതിയിലാക്കാനുള്ള നീക്കം എന്നതുകൂടി? അഭിലാഷ, പുലർച്ചെ 4:30 ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് സംഘാംഗങ്ങൾ പോകുന്നു. ആദ്യ സംഘം പോയതിന് പിന്നാലെ ഏതാണ്ട് 5:30 അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഏതാണ്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കണ്ട ഈ CCF RS അരുൺ പറഞ്ഞത് ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലെ രാത്രി വരെയും ഏതാണ്ട് വൈകുന്നേരം വരെയും ആനയെ ട്രാക്ക് ചെയ്തിരുന്നു. രാത്രി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് സംഘങ്ങളിൽ ചിലരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് രാത്രിയുള്ള ട്രാക്കിംഗ് ദുഷ്കരമായിരുന്നു. രാത്രി ആന എങ്ങോട്ടോ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. വൈകുന്നേരം മുത്തമ്മ കോളനിയിലൊക്കെ ഈ ആന ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് മാറി എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ അതിപുലർച്ചെ തന്നെ 4 മണിയോടുകൂടി തന്നെ ടീമുകൾ പോവുകയും ഈ സിമന്റ് പാലം മേഖലയിൽ നിന്ന് തന്നെ ആന ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. സിമന്റ് പാലം മേഖലയിൽ ആനക്കൂട്ടത്തെ കണ്ടു. അന്നേരം സൂര്യൻ ഉദിച്ചിരുന്നില്ല, പ്രകാശമുണ്ടായിരുന്നില്ല. ഈ ആനക്കൂട്ടത്തിനൊപ്പം അരിക്കൊമ്പൻ ഉണ്ടാകുമെന്നതായിരുന്നു പ്രതീക്ഷ. അതിനെ തുടർന്ന് ഈ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ വെടിവെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമായി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആനക്കൂട്ടത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആനയുമായിട്ടുള്ള കൂടും ഇവിടെ നിന്ന് മടങ്ങുകയാണ്, കൂടുമായിട്ടുള്ള വാഹനം മടങ്ങുകയാണ്. അതായത് ഇന്ന് ദൗത്യമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ സ്ഥിരീകരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാവിലെ തന്നെ ഈ ആനക്കൂടുമായി ഈ ആനയെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള വാഹനം ഇവിടെ എത്തിയിരുന്നു. അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഇതുവരെയും. ഇവിടെ നിന്നും എവിടേക്കും അത് പോയിട്ടില്ല. കാരണം വെടിവെച്ച ശേഷം മാത്രമേ, ആന മയങ്ങിയ ശേഷം മാത്രമേ ഈ ആനക്കൂടുമായി അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതില്ല. എന്തായാലും കൂടുമായുള്ള വാഹനവും മടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ആനക്കൂട്ടത്തെ രാവിലെ കണ്ടെത്തുന്നു. അവിടെ പടക്കം പൊട്ടിച്ച് ഇതിൽ അവരെ ഒന്ന് മാറ്റാൻ, വെവ്വേറെ ആക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ആണ് മനസ്സിലാക്കിയത്, പിന്നീട് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ആന ഈ ചക്കക്കൊമ്പനാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. അരിക്കൊമ്പൻ എന്ന് കരുതിയ ആനയല്ല അതിലുണ്ടായിരുന്നത്, പകരം ചക്കക്കൊമ്പനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ദൌത്യസംഘം മറ്റു മേഖലകളിലേക്ക് തിരച്ചിൽ നടത്തി. ആ തിരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്. പ്രതീക്ഷയുള്ള ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. പല ഭാഗങ്ങളിലും അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന അനുസരിച്ച് ചിന്നക്കനാലുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്നൊന്നും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ആന മയങ്ങുകയായിരിക്കും ഏതെങ്കിലും കാട്ടിൽ, ഉൾക്കാട്ടിലുള്ള പ്രദേശങ്ങളിൽ കാണാത്ത പോലെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ മയങ്ങുകയായിരിക്കും എന്ന് കരുതി അത്തരം പല പ്രദേശങ്ങളിലും പരിശോധന നടത്തി. പക്ഷെ അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആദ്യ ദിവസത്തെ ദൌത്യം അത് വിജയം കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി പ്രധാനപ്പെട്ട ദൌത്യം എന്ന് പറയുന്നത് ആനയെ വെടിവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആന എവിടെയെന്ന് കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ദൌത്യത്തിലേക്ക് ഈ തെരച്ചിൽ സംഘം എന്തായാലും അരിക്കൊമ്പൻ മിഷൻ